എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ജോർജ് സ്റ്റീഫൻസണിൻ്റെ ദി ക്രഷർ ഐലൻഡ് എന്ന അതിമനോഹരമായ നോവലിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഞങ്ങളുടെ നട്ടലിൽ നിന്ന് ഒരു വിറയൽ ശരീരമാസകലം പാഞ്ഞുകയറി. അല്പം കഴിഞ്ഞപ്പോൾ അവർ ഫ്ലിൻറ്റിനെ പറ്റി വീണ്ടും പറയാൻ തുടങ്ങി. ഫ്ലിൻറ്റ് നേരത്തെ ചത്തുപോയത് നന്നായി, ഡിക്ക് പറഞ്ഞു. അല്ലെങ്കിൽ കൂട്ടുകാരായ 6 പേരെ കൊന്നതുപോലെ അയാൾ നമ്മളെയും കൊന്നേനെ. അയാൾക്ക് ചുറ്റും ഒരു ദൂഷിത വലയമുണ്ട്. ഇഷ്ടപ്പെട്ടവരെയെല്ലാം അയാൾ കൊല്ലും. ഫ്ലിൻറ്റിനെക്കുറിച്ചുള്ള ഭയം അവരുടെ മേൽ അത്രയേറെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ മൗനത്തിലേക്ക് ആണ്ടുപോയി. ഭയാശങ്കകളാൽ ഉഴറുന്ന ഈ അവസ്ഥയിലാണ് ആരോ ഞങ്ങളെ പിന്തുടരുന്നു എന്ന ഒരു തോന്നൽ എനിക്കുണ്ടായത്. ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 20 വാര അകലെയായി ദ്രുതഗതിയിലുള്ള പാദപതനം മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞത്. ശബ്ദം വരുന്ന ദിക്കിലേക്ക് എല്ലാവരും നോക്കി. പക്ഷേ കുറ്റിക്കാടുകൾക്കിടയിൽ ഞങ്ങൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ അതിഭയങ്കരമായ ശബ്ദത്തിൽ പരിചിതമായ ആ ഗാനം അവിടെ നിറഞ്ഞു നിന്നു. ആ നിശബ്ദതയെ അത് ഭഞ്ജിച്ചു. 15 മനുഷ്യർ ചത്ത മനുഷ്യൻ്റെ സഞ്ചിയിൽ ഹോയ് ഹോയ് ഹോയ്, പിന്നൊരു കുപ്പി മദ്യവും. പേടികൊണ്ട് എല്ലാവരും ആ ശബ്ദത്തിൽ മിണ്ടാതിരുന്നു. ആരെയെങ്കിലും കൊല്ലണമെന്നുള്ള ആഗ്രഹമുണ്ടാവുമ്പോൾ ആ പാട്ട് പാടുന്നത് ഫ്ലിൻറ്റിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ഭയജനകമായ ആ ശബ്ദം വീണ്ടും കേട്ടു. ഡോർബി മഗ്രോ, ഡോർബി മഗ്രോ, എനിക്ക് കുറച്ച് മദ്യം കൊണ്ടുവരൂ. അതായിരുന്നു ഫ്ലിൻറ്റിൻ്റെ അവസാന വാക്കുകൾ. മോർഗൻ വിതുമ്പാൻ തുടങ്ങി. ഫ്ലിൻറ്റ് ഇവിടെയുണ്ട്. ഡിക്ക് അതും പറഞ്ഞ് കീശയിൽ നിന്നൊരു ബൈബിൾ എടുത്ത് ഉറക്കെ വായിക്കാൻ തുടങ്ങി. പരിഭ്രമിക്കേണ്ട കൂട്ടരെ, സിൽവർ അവരെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. പക്ഷേ ശബ്ദത്തിലെ വിറയൽ അവരെയെല്ലാം ശ്രദ്ധിച്ചു. നമുക്ക് മടങ്ങിപ്പോകാം സിൽവർ, അല്ലെങ്കിൽ ഫ്ലിൻറ്റിൻ്റെ പ്രേതം നമ്മെ തകർത്ത് കളയും, ഒരു കൊള്ളക്കാരൻ പറഞ്ഞു. ഞാൻ പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നില്ല. തന്നെയുമല്ല, ഞാനൊരു മനുഷ്യനാലോ പിശാചിനാലോ പരാജയപ്പെടുകയുമില്ല. ഫ്ലിൻറ്റ് ജീവിച്ചിരുന്നപ്പോൾ പോലും ഞാൻ അയാളെ പേടിച്ചിട്ടില്ല. പിന്നല്ലേ ചത്ത ഫ്ലിൻറ്റ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും എല്ലാവരും ധൈര്യം നഷ്ടപ്പെട്ട കാറ്റുപോയ ബലൂൺ പോലെയായിരുന്നു കാണപ്പെട്ടത്. ഞാൻ ആ ശബ്ദം കേട്ടിട്ടുണ്ട്. അത് ഫ്ലിൻറ്റിൻ്റെയല്ല, മറ്റാരുടെയോ പോലെ തോന്നുന്നു. ആത്മാക്കൾക്ക് വിചിത്രമായ ശബ്ദങ്ങളുണ്ട്, ഡിക്ക് പറഞ്ഞു. പൊടുന്നനവെ പൊട്ടിത്തെറിക്കും പോലെ സിൽവർ ഒരു ചിരി ചിരിച്ചു. അതെല്ലാവരെയും ഞെട്ടിച്ചു. അയാൾക്ക് സമനില തെറ്റിയെന്ന പോലെ തോന്നി. അത് ബൻഗണിൻ്റെ ശബ്ദമാണ്. സിൽവർ അലറി വിളിച്ചു. ബൻ, ഇവിടെ ഒന്ന് പ്രത്യക്ഷപ്പെടൂ, കൊള്ളക്കാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. ഒരു ഉത്തരവും ഉണ്ടായില്ല. അലറി ചിരിച്ചുകൊണ്ട് സിൽവർ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ആ കൊച്ചു തമ്മാടി ഓടിക്കളഞ്ഞുവെന്ന്. ശരി, വാ, നമുക്ക് പോകാം. ആ ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവർ നിധിവേട്ട പുനരാരംഭിച്ചു. അവരുടെ വഴിയിൽ 3 വലിയ മരങ്ങളുണ്ടായിരുന്നു. ഉയരം കൂടിയ ആദ്യത്തെ മരവും 2ാമത്തെ മരവും അവർ പിന്നിട്ടു. തുടർന്ന് ഏറ്റവും ഉയരമുള്ളതും വലുതുമായ 3ാമത്തെ മരത്തിന് അരികിലെത്തി. ആ മരത്തിന് ചുവട്ടിൽ നിന്ന് ഏതാണ്ട് 10 അടി ദൂരത്ത് നടപ്പാതയിൽ ഞങ്ങളുടെ ചലനശേഷി ഇല്ലാതാക്കിയ ആ കാഴ്ച ഞങ്ങൾ കണ്ടു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിധി കുഴിച്ചിട്ടിരുന്ന സ്ഥാനം. പക്ഷേ ആ സ്ഥാനത്ത് ഖനനം നടത്തിയതിൻ്റെ അടയാളങ്ങളുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവരുടെ ഉത്സാഹം തണുത്തുറഞ്ഞുപോയി. ആ നിധി ആരോ കുഴിച്ചെടുത്തിരിക്കുന്നു. ഉദ്വേഗഭരിതമായ ഈ നോവലിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ ശ്രവിക്കാം. ഏവർക്കും നന്ദി.